വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം പുറപ്പാട് പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം: നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ജനം സീനായ് മരുഭൂമിയിൽ എത്തുന്നു. വിടുതലിന്റെ ദൈവം ജനതയോട് കൂടെ സഞ്ചരിച്ച് അവരെ ഒരു വ്യത്യസ്ത സമൂഹമാക്കി ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇവിടെ ദൈവം അവരുമായി ഒരു പുതിയ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് നമുക്ക് 19 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എന്ന് അവിടെ പറയുന്നു. ദൈവവുമായുള്ള ബന്ധത്തിൽ പുതിയ ഉത്തരവാദിത്വങ്ങളും നിയോഗങ്ങളും നൽകുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ ഇസ്രായേല്യർ ഒരു ഉടമ്പടി സമൂഹമാണെന്നും ദൈവത്തിന് അവർ ഏറെ വിശേഷതയുള്ളവരാകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭാഗത്തു നിന്നും എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് ദൈവം അവർക്ക് നൽകുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഇസ്രായേല്യർ കാര്യവിചാരകത്വ സമൂഹമാണ്. ഇവിടെ ദൈവം ഈ ജനസമൂഹത്തോട് പറയുന്നത് ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്നാണ്. അതോടൊപ്പം നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എന്നും ദൈവം അവരോട് പറയുന്നു. നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്താണ് എന്ന്. അങ്ങനെയെങ്കിൽ ഭൂമിയും മനുഷ്യരും ദൈവത്തിന് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. മാത്രമല്ല, ഭൂമിയും അതിലെ വിഭവങ്ങളും ദൈവിക ഉടമസ്ഥതയിലാണ്. കൂടാതെ മനുഷ്യർ ഇവയുടെ സംരക്ഷകരുമാണ് എന്നുള്ള ഒരു വലിയ നിയോഗമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യരെ നിയമിക്കുന്നതും കാര്യവിചാരകരായിട്ടാണ്. ആരും ഭൂമിയുടെ അഥവാ പ്രകൃതിയുടെ അധികാരികളോ യജമാനന്മാരോ അല്ല. കരുതലും കാവലുമായി നിൽക്കേണ്ട സമൂഹമാണ്. ഭൂമി സകല വിഭവങ്ങളും മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, പിന്നെയോ സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഉള്ളതാണ്. ചൂഷണം ചെയ്യാതെ പാഴാക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇവിടെ ഒരു പരസ്പര കൂട്ടായ്മയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്നേഹവും കരുതലും പരിപാലനവും ഒക്കെ ഇവിടെ നമുക്ക് ദർശിക്കാം. എന്നാൽ പലപ്പോഴും മനുഷ്യന്റെ അമിതമായ ചൂഷണം പ്രകൃതിക്കും പ്രകൃതി വിഭവങ്ങളുടെയും ദോഷത്തിന് കാരണമായി തീരുന്നു. കാര്യവിചാരകരായി തീരേണ്ട സമൂഹം പ്രകൃതിയുടെ ചൂഷകരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ഇസ്രായേല്യർ ഉത്തരവാദിത്വ സമൂഹമാണ്. 19 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ എടുത്തു പറയപ്പെടുന്ന ചില ഉത്തരവാദിത്വങ്ങൾ കാണുന്നു. 1 പുരോഹിതൻ, 2 രാജത്വം, 3 വിശുദ്ധ ജനം. ഇവ വെറും പദവികളല്ല, മറിച്ച് ഉത്തരവാദിത്വങ്ങളാണ്. ദീർഘവർഷങ്ങളായി അടിമകൾ എന്ന ലേബലിൽ ജീവിച്ചവരെ ദൈവം പുരോഹിത ഗണത്തിലേർപ്പെടുത്തുകയും വിശുദ്ധ ജനമാക്കുകയും രാജപദവിക്ക് യോഗ്യരാക്കുകയും ചെയ്യുന്നു. രാജകീയം എന്നത് രാജാവുമായി ബന്ധപ്പെട്ട പദവി, അതായത് അത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരോഹിതൻ എന്നത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തെയാണ്. ദൈവരാജ്യത്തിലെ രാജാവായ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിക്കുകയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷയാണ് ഇവിടെ ഇസ്രായേല്യർക്ക് ദൈവം നൽകുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസികളായ നാമും എത്തിയിരിക്കുന്നത് ഈ പദവിയിലേക്കാണ്. അതിന് യോഗ്യമായ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കണം. നാമും ദൈവത്തിൻ്റെ കാര്യവിചാരകരാണ് എന്ന ബോധ്യത്തോടെ ഉത്തരവാദിത്വത്തോടെ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഉത്തരവാദിത്വ ബോധമുള്ള കാര്യവിചാരകരായി ഈ ലോകത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.